എന്നാ സോറി, കുറച്ച് ലേറ്റായി പോയി. എന്ത് അനുമതി, 1 മണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റ് ആയി. ഓക്കെ, ഇരിക്കാം വാ. ഞാൻ വന്ന ബസ്സിലാകെ അടിപിടി, ഭയങ്കര ബഹളം, സീറ്റ് തർക്കം. അവസാനം പോലീസ് സ്റ്റേഷൻ എത്തിയാണ് ഒന്ന് സോൾവ് ആയത്. അതാണ് ലേറ്റ് ആയത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തോ സീറ്റ് തർക്കം? ചളി അടിക്കാണ് ഇത് സ്ഥിരം പ്രശ്നം. സ്ത്രീകളുടെ സീറ്റ്, അതായത് മുൻഗണനാ സീറ്റില്ല സ്ത്രീകളുടെ, അത് ആർക്കെന്നുള്ള പ്രശ്നം, ആ തർക്കം. ഇത് നേരത്തെ വിഷയ സമയത്ത് KSRTCയും പോലീസൊക്കെ അതിനുള്ള വിശദീകരണം തന്നതല്ലേന്ന്. അതൊക്കെ അതെ, ഒരു കാര്യമില്ല. മുൻഗണനാ സീറ്റിന് ആണുങ്ങൾക്ക് അവകാശം ഉണ്ടെന്നൊക്കെ എപ്പോഴും ചിലർ പറയുന്നത്. അനൂപേ, 25% സ്ത്രീകൾക്ക് റിസർവ് ചെയ്താണ്, അതിലൊരു തർക്കമില്ല. അതെ, പക്ഷേ വണ്ടി പുറപ്പെടും മുമ്പേ ഉള്ളൂ സ്ത്രീകൾക്ക് അവകാശം. പുറപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ വന്നാലും മുൻഗണനാ സീറ്റിന് എണീറ്റ് കൊടുക്കേണ്ട എന്ന് ഒരുത്തൻ കയറി വാദിച്ചു. ഒരു പെങ്കൊച്ച് വന്നിട്ട് ചേട്ടാ ദൂരെ പോകാനുള്ളതാണെന്ന് പറഞ്ഞ് എണീറ്റില്ല. പിന്നെ കണ്ടക്ടറോട് ചോദിച്ചു ഒന്ന് എണീപ്പിക്കാമെന്ന്, എന്നിട്ട് നടന്നില്ല. അയാൾ തർക്കം, വാദം, അടി, പിടി എല്ലാമായി അവസാനം പോലീസ് സ്റ്റേഷൻ എത്തിയാണ് പരിപാടി കഴിഞ്ഞത്. അതിലൊന്നും ഒരു സംശയമില്ല. മുൻഗണനാ സീറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ഇനി ബസ് പുറപ്പെടുന്നതിന് മുമ്പേ ആ സീറ്റിൽ, ഈ പറഞ്ഞ മുൻഗണനാ സീറ്റിൽ ആരും ഇല്ലെങ്കിൽ, സ്ത്രീകളില്ലെങ്കിൽ, അവിടെ നമുക്ക് പുരുഷന്മാർക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം. ഇനിയിപ്പോൾ ബസ് പുറപ്പെട്ടതിന് ശേഷം ഇനി എപ്പോഴെങ്കിലും വഴിയിൽ നിന്ന് സ്ത്രീ യാത്രക്കാർ കയറിയെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ പുരുഷന്മാരിരിക്കുന്ന സീറ്റിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് കണ്ടക്ടറോട് ആവശ്യപ്പെടാം. ഇനി എണീറ്റില്ലെങ്കിൽ അത് പിഴ അടക്കാനുള്ള ശിക്ഷയായിട്ട് വരും. അങ്ങനെയാണല്ലോ അല്ലേ? പലരും പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇല്ലില്ല, അതിനകത്ത് ഒരു മാറ്റവും. സ്ത്രീകൾക്ക് 25% റിസർവ് ചെയ്തിട്ടുണ്ട്. 3 സീറ്റ് എക്സ്ക്ലൂസീവായി ഡ്രൈവറുടെ തൊട്ട് പിറകിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നിലുള്ള 9 സീറ്റ് സ്ത്രീകൾക്ക് മുൻഗണന. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ്, ബാക്കി എക്സ്പ്രസ്, ഇത്തരം സാധാരണ ബസ്സിനകത്തൊക്കെ അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും സ്ത്രീകൾ എന്നുള്ള പ്രത്യേക രീതി കാണും. കൈക്കുഞ്ഞുവാൻ നിൽക്കുന്നവർക്ക് 5%, അത് 2 തന്നെ. പിന്നെ മുതിർന്ന പൗരന്മാർക്ക് വേറെ. അത് നടപ്പാക്കി ഞാൻ കണ്ടിട്ടില്ല. ഒരു അമ്മയും കുഞ്ഞും കയറി ആ സീറ്റിൽ ചേട്ടനും ചേച്ചിമാരും ഒന്നും നോക്കാറ് പോലില്ല. അവർ നല്ല ഉറക്കം നടിച്ചെങ്കിൽ ഇരിക്കാറ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ചോദിച്ചാലും കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും.